ഈന്തപ്പനകൾ പൊതുവെ 100 അടി വരെ വളരുന്ന ഒരു ഒറ്റത്തടി വൃക്ഷമാണ്. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വളരുകയോ അല്ലെങ്കിൽ ഒരു വേരിൽ നിന്ന് നിരവധി തണ്ടുകളായിട്ട് ഒരു കൂട്ടമായോ വളരുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. സാവധാനത്തിൽ നമ്മൾ കറക്റ്റായ രീതിയിലെല്ലാം പരിപാലിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 100 വർഷത്തോളം ഇത് നിലനിൽക്കുന്നതാണ് പറയപ്പെടുന്നത്. ഇത് ഈന്തപ്പഴങ്ങൾ തന്നെ പല വലിപ്പത്തിലും വ്യത്യാസത്തിലുണ്ട്. 3 സെൻറ്റിമീറ്റർ മുതൽ 7 സെൻറ്റിമീറ്റർ വരെ വലിപ്പമുള്ളതും അതിൽ തന്നെ കളറിലും അതിൻ്റെ രുചിയിലെല്ലാം ഒരുപാട് വ്യത്യാസങ്ങളുള്ള നിരവധി ഈന്തപ്പഴങ്ങൾ നമുക്ക് കാണാൻ കഴിയും. BC 6-ാം നൂറ്റാണ്ട് മുതൽ തന്നെ അറേബ്യയിലും ഈന്തപ്പഴം കൃഷി ചെയ്തു എന്നാണ് പുരാവസ്തു തെളിവുകൾ തന്നെ നമുക്ക് സൂചിപ്പിച്ചു തരുന്നത്. ഏകദേശം 6000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മധ്യപൂർവ്വദേശത്ത്, അതായത് മിഡിൽ ഈസ്റ്റിൽ വളർത്തിയതായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത്. BC 4000-ൽ തന്നെ മെസപ്പൊട്ടോമിയയിലും ഈജിപ്തിലും ഇതിൻ്റെ കൃഷി ചെയ്തു വന്നെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കേട്ടോ. ഈന്തപ്പനയുടെ ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ നമുക്ക് വിശദമായിട്ട് അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ BC 4000-ൽ തന്നെ മെസപ്പൊട്ടോമിയയിലും, അതായത് മെസപ്പൊട്ടോമിയയിൽ എന്ന് പറയുന്നത് ആധുനിക ഇറാഖിനെയാണ് മെസപ്പൊട്ടോമിയ എന്ന് പറയുന്നത്, ഈജിപ്തിലും ഈന്തപ്പന കൃഷി ചെയ്തു വന്നു എന്നാണ് പുരാവസ്തു തെളിവുകൾ നമുക്ക് സൂചിപ്പിക്കുന്നത്. ആധുനിക ഇറാഖിനും ഇറാനും സമീപത്തുള്ള വരണ്ട മരുഭൂമികളിൽ ആണ് ഈന്തപ്പഴ ഉത്ഭവിച്ചു, അല്ലെങ്കിൽ അവിടെ നിന്നാണ് ഈന്തപ്പനയുടെ തുടക്കം എന്നാണ് ചരിത്രകാരന്മാർ തന്നെ സൂചിപ്പിക്കുന്നത്. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആ പ്രദേശത്ത്, അതായത് ഇറാഖിനും ഇറാനും സമീപത്തുള്ള ഈ മരുഭൂമികളിൽ കൃഷി ചെയ്തു വന്നിരുന്ന ആദ്യത്തെ കൃഷി രീതിയാണ്, അല്ലെങ്കിൽ ആദ്യത്തെ കൃഷി ഉത്ഭവിച്ചത് ഇവിടെ നിന്നാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇതിൻ്റെ കൃഷി പിന്നീട് ഏകദേശം 3500 വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിലേക്കും 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലേക്കും പടിഞ്ഞാറൻ വടക്കേ ആഫ്രിക്ക, തെക്കൻ യൂറോപ്പ് എന്നീ സ്ഥലങ്ങളിലും ഇത് വ്യാപിച്ചു എന്നതാണ് കരുതപ്പെടുന്നത്. സാംസ്കാരിക മതപരമായിട്ട് തന്നെ ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് പല പുരാതന നാഗരികതകളിലും ഈന്തപ്പന ഒരു പ്രധാന ഭക്ഷണ സ്രോതസ്സായിട്ട് കരുതപ്പെടുന്നു. മരുഭൂമിയിൽ പ്രധാനമായിട്ടും ഈന്തപ്പനയെ പറയപ്പെടുന്നത് ജീവവൃക്ഷം എന്നാണ് പലപ്പോഴും. കാരണം ഇത് കൂടുതൽ നല്ല ഫലപുഷ്ടിയോടെ കായ്ക്കുകയും കൂടുതൽ കാലം നിലനിൽക്കുന്നത് കാരണമാണ് ഇതിനെ മരുഭൂമിയിലെ ജീവവൃക്ഷം എന്നൊക്കെ വിളിക്കപ്പെടുന്നു കേട്ടോ. ഇത് കൂടാതെ തന്നെ ചില പുരാണങ്ങളിലെല്ലാം ഇത് ഈ ഫീനിക്സ് പക്ഷി ഈന്തപ്പനയുടെ മുകളിലാണ് കൂട് പണിയുന്നതായിട്ട് പറയപ്പെടുന്നു. ഈന്തപ്പന തന്നെ പുനർജന്മവുമായിട്ട് ഈന്തപ്പനയ്ക്ക് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. നിങ്ങളുടെ എന്തെങ്കിലും കമൻറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ.